കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിൽ ആരോപണ വിധേയരായ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അനുമതി. 6 വിദ്യാർത്ഥികൾക്ക് +1 പ്രവേശനത്തിന് ഹൈക്കോടതിയാണ് അനുമതി നൽകിയത്. വിഷ്ണു സുരേഷുണ്ട് കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി. വിഷ്ണു, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉമേഷ്, പ്ലസ് വൺ പ്രവേശന നടപടികളുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകാനാകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ കേസിലെ പ്രതികളായ വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിനാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ കേസിലെ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഒബ്സർവേഷൻ ഹോമിലെ സൂപ്രണ്ടിനോടാണ് ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 9 മുതൽ 5 മണി വരെ ഈ അഡ്മിഷന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥികളെ സ്കൂളുകളിൽ എത്തിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. നേരത്തെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് അടക്കം തടഞ്ഞുവെച്ച ഘട്ടത്തിലും ഹൈക്കോടതി വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് മറ്റു വിഷയങ്ങൾ, അത് ഈ ക്രൈമുമായി ബന്ധമില്ലാത്ത ഇവരുടെ ഈ പരീക്ഷാ ഫലമടക്കം തടഞ്ഞു വെക്കുന്നതിൽ എന്ത് അർത്ഥമെന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. അതിന് തുടർച്ചയായാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനുള്ള അവസരം ഒരുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒപ്പം നാളെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ഘട്ടത്തിൽ അവർക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പോലീസിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉന്മേഷ്, ശരി. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.